പാതി സമയത്തിൻ്റെ അർത്ഥം പാതി കൂടി ബാക്കിയുണ്ട് എന്നല്ലേ? കീഴടങ്ങാൻ മനസ്സില്ലാത്തവർക്ക് മുമ്പിൽ ഈ ഭൂമിയും ലോകവും മനുഷ്യരും അവർക്കൊപ്പം ഉണ്ടാവും. ഫുട്ബോൾ മത്സരം നടക്കുകയാണ്. കളി കാണാൻ കുറച്ച് വൈകി വന്നൊരാൾ അവിടെ ഉണ്ടെന്ന് കുട്ടിയോട് ചോദിച്ചു, കളി എന്തായി? കുട്ടി പറഞ്ഞു, അവരുടെ ടീം 4, ഞങ്ങൾ ടീം 1. അങ്ങനെ അയാൾ ചോദിച്ചു, നിന്റെ ടീം തോക്കാൻ പോവല്ലേ, എന്നിട്ട് നിനക്ക് എന്താ ഇത്ര ആവേശം? നിനക്ക് അല്പം പോലും നിരാശയില്ലല്ലോ എന്ന് ആ കുട്ടിയോട് അയാൾ ചോദിച്ചു. എനിക്ക് എൻ്റെ ടീമിൽ നല്ല വിശ്വാസമുണ്ട്, അതുകൊണ്ട് ഞാനെന്തിനാണ് നിരാശപ്പെടണം? അത് മാത്രമല്ല, ഈ അവസാന വിസിലിന് മുന്നേ കളി തീർന്നു വന്ന് നമ്മൾ തീരുമാനിക്കുന്നത് എന്തിനാണ്? കളി അവസാനിക്കുമ്പോൾ കുട്ടിയുടെ ടീം 1 ഗോളിന് ജയിച്ചിരിക്കുന്നു. തോറ്റെന്ന് സ്വയം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല. എന്തിനാണ് നമ്മുടെ ജീവിതം, നമ്മൾ ഇത്ര മതി, എന്നെ കൊണ്ട് ഇത്രയേ പറ്റൂ, ഇതുകൊണ്ട് അവസാനിപ്പിക്കേണ്ടതാണ് എൻ്റെ ജീവിതം എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കുന്നത് എന്തിനാണ്? അവസാനിപ്പിക്കാൻ ഒരു കാരണം തേടുന്ന നമ്മൾ തുടങ്ങാനുണ്ടായ കാരണം കൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ദൃഢനിശ്ചയം. എന്തുകൊണ്ട് ഞാൻ പിന്നിലേക്ക് പോകും എന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്തുകൊണ്ട് പിന്നിലേക്ക് പോകുന്നു എന്നതിൻ്റെ ഉത്തരം കണ്ടെത്തുന്നതിന് തുല്യമാണ് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും നല്ല വഴി. തോൽവിയിൽ നിന്നുള്ള പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്താനുള്ള തൻ്റെ ഇടവും തോൽക്കില്ല എന്നുള്ള ദൃഢനിശ്ചയവും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കുകയും ചെയ്യും. ജയപരാജയങ്ങൾ തികച്ചും ആപേക്ഷികമാണ്. അത് നിങ്ങൾക്ക്